ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് പെർട്ടർബേഷൻ തിയറിയുടെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പെർട്ടർബേഷൻ തിയറിയുടെ കറക്ഷൻ വരെ, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ പ്രോബ്ലം വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ പെർട്ടർബേഷൻ തിയറി നമുക്കറിയാം. പെർട്ടർബേഷൻ തിയറി ദാറ്റ് ഈസ് an approach using which we are finding the solution from an unperturbed system. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൃത്യമായ എനർജിയും വേവ് ഫംഗ്ഷൻ അറിയാവുന്ന ഒരു അൺപെർട്ടേർബ്ഡ് സിസ്റ്റം ഉണ്ടാവണം. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പെർട്ടേർബ്ഡ് സിസ്റ്റത്തിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു അൺപെർട്ടേർബ്ഡ് സിസ്റ്റം ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഹാമിൽട്ടോണിയൻ ഒരു അൺപെർട്ടേർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോൺ എഴുതും എച്ച് ക്യാപ് വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് ക്യാപ് 0. ഇതെന്താണ്? അൺപെർട്ടേർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ ആണ്. അൺപെർട്ടേർബ്ഡ് പ്ലസ് ലാംഡ എച്ച് പ്രൈം. ഇത് പെർട്ടർബേഷൻ ടേം ആണ്. പെർട്ടർബേഷൻ ടേം ആണ്. അപ്പൊ എന്താണ് പെർട്ടർബേഷൻ? അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അർത്ഥം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ നേരിട്ട് ഇപ്പൊ ഏതായാലും ശരി, ഇപ്പൊ വൺ ഡയമെൻഷണൽ ബോക്സ് ആയാലും അല്ലെങ്കിൽ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് ആയാലും ഒക്കെ തന്നെ നമ്മൾ ഇതേ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അൺപെർട്ടർബ്ഡ് ആയ സിസ്റ്റത്തിന്റെ ഒരു ഹാമിൽട്ടോണിയൻ വേണം. അത് നമുക്കറിയാം. ദെൻ ഇത് പെർട്ടർബേഷൻ ടേം. ഇത് നമുക്ക് അറിയാം. ഇതിന്റെ സൊല്യൂഷൻ നമുക്കറിയാം. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? നമുക്ക് 0 psi 0 is equal to E0 psi 0. അപ്പൊ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്കറിയാമെങ്കിൽ, അതേപോലെ തന്നെ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിന്റെ എനർജി കണ്ടുപിടിക്കും. കോർ എനർജി എന്ന് പറയുന്നത് സാധനം, കോർ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ കോർ എനർജി നമുക്ക് ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പൊ വൺ ഡയമെൻഷണൽ ബോക്സ് ആണെങ്കിൽ നമുക്കറിയാം. വൺ ഡയമെൻഷണൽ ബോക്സ് ആകുമ്പോൾ നമുക്ക് എനർജി എത്രയാണെന്ന് അറിയാം, വേവ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അത് വെച്ചിട്ട് ബാക്കി കറക്ഷൻ കൂടി ചെയ്യുകയാണ് ചെയ്യും. അപ്പോ നമ്മള് സിസ്റ്റം നേരിട്ട് എടുക്കുകയാണ്. എങ്ങനെ നമുക്ക് പെർട്ടർബേഷൻ തിയറം ഒരു പെർട്ടർബ്ഡ് സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്നത് ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്. 0 to 8, that is our length of the box. ഇനി ഇത് ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റം ആണ് അല്ലേ? ആ ബോക്സിന് ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ എനർജി അറിയാം. m² h² by 8ma². എനർജി നമുക്ക്, ദാറ്റ് മീൻസ് E0 നമുക്കറിയാം. psi 0 നമുക്കറിയാം. എന്താണ്? √2 by a sin n by x by a. നമുക്കറിയാവുന്ന കാര്യം. ഹാമിൽട്ടോണിയൻ നമുക്കറിയാം. -h² by 8π² m into d² by dx². വൺ ഡയമെൻഷണൽ ബോക്സ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇത് ഡയമെൻഷൻ മാറും. ഇത്രയും നമുക്കറിയാം. വേവ് ഫംഗ്ഷൻ അറിയാം, എച്ച് ക്യാപ് അറിയാം. ഫ്രം ദാറ്റ് വി കാൽക്കുലേറ്റ് ദ എനർജി, ദ കോർ എനർജി ഓർ ദ എനർജി ഓഫ് ദ അൺപെർട്ടർബ്ഡ് സിസ്റ്റം. അത്രയൊക്കെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു പെർട്ടർബേഷൻ, ദാറ്റ് ഈസ് എ സ്ലാന്റഡ് ബോക്സ്. ഒരു സ്ലാൻഡിങ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ നമ്മുടെ ബോക്സിന്റെ ഷേപ്പ് ഇതാണ്. നോർമൽ ഷേപ്പിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. നോർമൽ ഷേപ്പിൽ നിന്നും ആ എന്താ പറയാ, നമ്മുടെ പെർട്ടർബ്ഡ് ബോക്സിന് അല്പം വ്യത്യാസമുണ്ട്. ഇതൊരു സ്ലാന്റഡ് ബോട്ടം.
സ്ലാന്റഡ് ബോട്ടം. ഈ സ്ലാന്റഡ് ബോട്ടം ഇവിടെ എങ്ങനെയാണോ ഇലക്ട്രോൺ മൂവ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കും ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ മൂവ്മെന്റിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ദാറ്റ്സ് വാട്ട് ഈസ് കോൾഡ് പെർട്ടർബേഷൻ ഹിയർ ഇൻ ദിസ് കേസ്. ഇപ്പൊ ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത പോലെ ആയിരിക്കില്ല ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. അല്പം ഒരു വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ്. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഇതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ അൺപെർട്ടേബ്ഡ് ബോക്സിന്റെ എനർജിയും വേവ് ഫംഗ്ഷനായിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് എനർജി വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. അപ്പൊ ഇത് ഒരു അൺപെർട്ടേബ്ഡ് ബോക്സ് ആണ്. ആ അൺപെർട്ടേബ്ഡ് ബോക്സിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും ഉപയോഗിച്ചിട്ട് ഈ പെർട്ടേബ്ഡ് സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാല് ഈ ബോക്സിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇത്തരം ഒരു സിസ്റ്റം ഡീൽ ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ സോൾവ്ഡ് സിസ്റ്റം, എ നോൺ സിസ്റ്റം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ സിസ്റ്റം ഉണ്ടായേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ സ്ലാന്റഡ് ബോട്ടം ആണ് നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ നമ്മളത് ആദ്യം തന്നെ അതിന്റെ എന്താ പറയാ അൺപെർട്ടേബ്ഡ് ബോക്സിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും നമുക്കറിയാം, അത് ഉപയോഗിക്കും. ഓക്കെ, സോ വി ആർ യൂസിങ് ദ എനർജി ആൻഡ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ അൺപെർട്ടേബ്ഡ് വൺ ഡയമെൻഷണൽ ബോക്സ്. ഫ്രം ദാറ്റ് we are calculating the energy. That means the first order correction, the correction to energy and wave function to this slanted bottom box. Okay, അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കിങ്ങനെ സ്ലാൻഡിങ്, ഉദാഹരണത്തിന് വി ആണ് ആ പൊട്ടൻഷ്യൽ എന്ന് വിചാരിച്ചത്. വി ആണ് ആ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് വി ആണ് വിചാരിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളൊരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കടത്തിവിടുകയാണ്. വി ആർ പാസിംഗ് എഫ്, that is Faraday, of current through this box so that the particle feel, that is electron feel total voltage of EF. Okay, electron feel a total voltage of total potential of EF, total potential of EF. Where E is the charge of electron and F is Faraday. അപ്പൊ നമ്മള് എഫ് അത്രയും കറണ്ട് നമ്മള് ഇതിലൂടെ ഒരു പൊട്ടൻഷ്യൽ ഇതിലൂടെ കടത്തി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്റ്റർബ് ആവും. ഒരാറ്റത്തിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഡിസ്റ്റർബ് ആവും. ആ പൊട്ടൻഷ്യലിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്നർത്ഥം. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ കടത്തി വിട്ടാൽ തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഇ ഇൻറ്റു എഫ് ആണ്. എവിടെ മുതൽ എവിടെ വരെ എന്നുള്ളതാണ്, 0 to A ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ലെങ്ത് കൂടി അവിടെ പറയാം. സപ്പോസ് എക്സ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ബോക്സ്. ഇപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇ ഇൻറ്റു എഫ് എക്സ് എന്ന് വരും. ഇ ഇൻറ്റു എഫ് എക്സ്. ഈ വി എന്ന് പറയുന്നത് ഇ ഇൻറ്റു എഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി എക്സ് ഫ്രം 0 to A ആണ്. അപ്പൊ ഈ പോയിന്റിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പോയിന്റിൽ എന്തായിരിക്കും, ഒരു ഡിസ്റ്റർബൻസും ഇല്ല അല്ലെ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്റ്റർബൻസിന്റെ ആ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്ന ഡിസ്റ്റർബൻസിന് കാരണമാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിവിടെ നമുക്ക് മനസ്സിലാക്കാം. അറ്റ് എക്സ് ഇസിക്കൽ ടു 0, പി ഇസിക്കൽ ടു 0 അല്ലെ. എക്സ് 0 ആവുന്ന പോയിന്റിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ല, വി ഇസിക്കൽ ടു 0. ഇനി എക്സ് എ ആവുന്ന അവസ്ഥയിൽ അറ്റ് എ എക്സ് ഇസിക്കൽ ടു എ, വി ഇസിക്കൽ ടു ഇ എഫ് ഇൻറ്റു എ എന്ന് വരും. ഇതാണ് ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഫെൽറ്റ് ബൈ ദ ഇലക്ട്രോൺ ഈസ് ഇൻക്രീസിംഗ് ഫ്രം ദിസ് പോയിന്റ് ഗ്രാജുവലി ടു ദിസ് പോയിന്റ്. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്
കറണ്ട് കടത്തിവിടുമ്പോണ്ടാകുന്ന പ്രശ്നം അതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എത്തിച്ചത് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് എന്താണ്? EFX. ഡിസ്റ്റർബൻസ് EFX ആണ് അല്ലെ? അഥവാ ഇലക്ട്രോൺ ഫീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ഓർത്തോണം, നോർമൽ കേസിൽ ഒരു പൊട്ടൻഷ്യൽ ഒന്നുമില്ല, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ ഒരു പൊട്ടൻഷ്യൽ കടത്തി വിടുമ്പോ ആ ഇലക്ട്രോണൽ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റിനെ അത് ബാധിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആവുന്ന അർത്ഥം. അങ്ങനെ ഫീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ EFX ആണ്. F is Faraday, E is the charge and X is the distance, that is length of the box. Okay, ഇനി ഇതാണ് നമ്മളുടെ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഡിസ്റ്റർബൻസ്. അഥവാ ഇവിടെ H ക്യാപ് പ്രൈം എന്ന് പറയുന്നത് EFX. Our disturbance is EFX. Okay, അപ്പൊ നമ്മൾ ഇതിനകത്ത് തിരിച്ചു പോകാം. സോ ഈ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് H ക്യാപ്, വിച്ച് ഈസ് ഈക്വൽ ടു നോർമൽ ആയിട്ടുള്ള ബോക്സിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാല് ഈ സാധനം പ്ലസ് H ലാംഡ 1 ആയിട്ട് എടുത്തോളൂ, കുഴപ്പമില്ല. ദാറ്റ് ഈസ് ലാംഡ ഇതാണ്. അപ്പൊ നമ്മൾ 1 ആയിട്ട് എടുത്ത H ക്യാപ് പ്രൈം. ഇവിടെ എന്താണ് H ക്യാപ് പ്രൈം? EFX ആണ്. ദാറ്റ് ഈസ് EFX. ഓക്കെ, EFX ആണ് അവിടെയുള്ള എന്ത് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ നമുക്ക് H ക്യാപ് എങ്ങനെ എഴുതാം? -h²/π²m/d²/dx² പ്ലസ് EFX എന്ന് പറഞ്ഞാല് ഒരു പെർട്ടർബിൾഡ് സിസ്റ്റത്തിന്റെ അഥവാ ഇതിന്റെ ഈ സ്ലാൻഡഡ് ബോട്ടം ബോക്സിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ദിസ് പ്ലസ് EFX ആണ്. ദിസ് പ്ലസ് EFX ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ H ക്യാപ് psi is equal to E psi. where H cap is the Hamiltonian for perturbed system, psi is the wave function of that system, and E is the energy of the perturbed system. Okay, so ഇവിടെ നമുക്ക് H cap എന്താണെന്ന് അറിയാം. And we also know psi 0, that is √2/a sin n pi h/a. അത് നമുക്കറിയാവുന്നതാണ് psi 0. സോ ഈ ഒരു ടേമിനെ വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എനർജി നമുക്കറിയാം. എന്തായിരിക്കും എനർജി? ഈ ടേമിനെ വൺ ഡയമെൻഷണൽ ബോക്സില് ഈ ടേമിന് എന്ന് പറഞ്ഞാൽ എന്താണ്? H ക്യാപ് 0. H ക്യാപ് 0യെ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? E0 അല്ലെ? H ക്യാപ് 0 into psi 0 is equal to E0 എന്ന് പറഞ്ഞാൽ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ എനർജിയാണ് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എന്താ? ഓൾറെഡി നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഈ ടേം നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വൺ ഡയമെൻഷണൽ ബോക്സിലായാലും 2 ഡയമെൻഷനായാലും 3 ഡയമെൻഷനിലായാലും നമ്മുടെ ഈ ഒരു ടേം ഇത് 1 ഡയമെൻഷൻ ആണ്, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ എനർജി നമ്മുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ ഓപ്പറേറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി കൃത്യമായിട്ട് നമുക്കറിയാം. അതായത് C0 = n²h²/8ma². അപ്പൊ നമ്മൾ ഈ ടേം ഒന്നും ചെയ്യണ്ട. നമ്മൾ ആകെ ചെയ്യേണ്ട എന്താണ്? ഈ ടേമിനെ മാത്രം ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, ദാറ്റ് ഈസ് ഇത് മൊത്തം ചെയ്താൽ ദാറ്റ് ഈസ് H cap is equal to -h²/
8 pi square m d square by dx square plus EFX. ഇതിനെ നമ്മൾ psi വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് ഷ്രോഡിംഗർ ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്താൽ ഇവിടെ E0 കിട്ടും പ്ലസ് ഇവിടെ E പ്രൈം കിട്ടും. ഈ പ്രൈം നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് ഓർഡർ കറക്ഷനും എനർജി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടോട്ടൽ E is equal to E0 plus E1 plus E2 plus E3 so and so and so and so. First order correction in energy, second order correction in energy, third order correction in energy, so and so and so. നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി മാത്രമാണ് ഇപ്പം കണ്ടുപിടിക്കുന്നത്. കാരണം വെച്ചാൽ സെക്കൻഡ് ഓർഡർ കറക്ഷൻ അങ്ങോട്ടേക്ക് പോകും തോറും നെഗ്ലിജിബിൾ കാര്യമാവും. സോ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ എനർജി E is equal to, that is E എന്ന് പറയുന്നത് E is equal to E0 plus E1. അപ്പൊ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി നമ്മൾ കണ്ടുപിടിച്ചാൽ ആ എനർജി ഇതിന്റെ കൂടെ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എനർജി ഓഫ് ദ പെർട്ടർബിൾ സിസ്റ്റം കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കണ്ടുപിടിക്കണ്ട, ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി ചെയ്യാൻ പോവാം. ഇനി E1 which is equal to integral psi 0 h cap prime psi 0 star d2. അതാണ് നമ്മുടെ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റർബൻസ് എന്താണോ അതിനെ നമ്മുടെ നോൺ വേവ് ഫംഗ്ഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. സൈസ് 0 നമുക്കറിയാം. ഓക്കെ, then which is equal to integral. The same thing can be written in bra and ket form. That is psi 0 h cap prime psi 0 star, this one the same thing. നമുക്ക് നമ്മളെ നോർമൽ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത ഇന്റഗ്രൽ ആ ഫോമിലേക്ക് ഷോർട്ടസ്റ്റ് മെത്തേഡ് ബ്രാക്കറ്റ് ഫോം, കെറ്റ് ആൻഡ് ബ്രാ നൊട്ടേഷൻ, കെറ്റ് ആൻഡ് ബ്രാ നൊട്ടേഷൻ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇന്റഗ്രൽ √2 by a sin n pi x by a, what is h prime, or h prime is equal to dfx into fx √2 by a sin n pi x by a dx, because it is one dimension. So we put dx instead of d2. Then take this, increase even. Take a √2 by a out, so we get 2 by a. Okay, √2 by a, 2 by a, 2 by a into integral 0 to a. Sorry, here I did not put the limit. 0 to a sin square. One more thing we can write. E charges the electron on F, Faraday constant. Both are constants, so we can take it out. So this EF can be taken out. EF integral 0 to a. Then the remaining is x. Then sin into sin, that is sin square n pi x by a into dx. Right? Then this one, put let and again for the first orbital, or when n is equal to, just put n is equal to 1. So
the equation becomes sin pi x by a. That's pi x by a is equal to y. And just converting into another term, and we can change the limits from 0 to pi. And 0 to pi ആകുമ്പോൾ അതിന്റെ ഓൾറെഡി ലിമിറ്റ് പൈ ആയിട്ടുള്ള എന്താ പറയുക ഇന്റഗ്രലിന്റെ ഒരുപാട് വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പുറകെ പോകണ്ട, ജസ്റ്റ് ഡാറ്റ നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ദാറ്റ് മീൻസ് x is equal to a by pi into y, and dx is equal to a by pi into dy. ഇപ്പൊ x ഉണ്ട്, pi x by a ഉണ്ട്, dx ഉണ്ട്. ഇതിനെ നമ്മൾ y ടേമിലേക്ക് മാറ്റുവാണ്, which is equal to 2ef by a integral 0 to pi. ലിമിറ്റ് മാറും. അഞ്ച് ഡാറ്റ ടേബിളിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ y ടേമിലേക്ക് മാറ്റിയിട്ട് പൈയെ y ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ x എന്താണ്? a by pi into y into sin square pi x by a എന്ന് പറയുന്നത് y, that means sin square y. Then dx means a by pi into dy, a by pi into dy. അപ്പൊ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഇതിൽ നിന്ന് a by pi പുറത്തേക്ക് എടുത്താൽ a square by pi square ആവും. ഓക്കെ, a square by pi square പുറത്തേക്ക് എടുത്താൽ that is even which is equal to 2ef by a into a square by pi square integral 0 to pi. ലിമിറ്റ് മാറിപ്പോയത് 0 to pi. Then എന്താ വരിക? y into sin square y dy. ഓക്കെ, ഇവിടെ ഇതും കട്ടായത് we get E1 is equal to 2EF A divided by pi square into integral 0 to pi y sin square y into dy. And from table of integrals, this term, the value of this integral, which is equal to pi square by 4. You can verify it with your textbook. So E, which is equal to 2EF A divided by pi square into pi square by 4. This pi square by 4 is the integral value of this integral. So pi square 2 and 2, so you get EFA by 2. EFA by 2. Okay, that's our value. Or in general, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് 0 to x or 0 to a. ഇതാണ് പെർട്ടർബേഷൻ, that is v. v ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ, EFX. So simply E is equal to v0 by 2. എന്താണോ പെർട്ടർബേഷൻ ഉള്ളത് ഡിവൈഡ് ബൈ 2 ആണ് ഈ കേസിൽ നമുക്ക് കിട്ടുന്നത്. ഓർത്തോണം, സ്ലാന്റഡ് ബോട്ടത്തിന്റെ കേസിൽ നമുക്ക് കിട്ടുന്നത് അതാണ് EFA by 2 or EFX by 2. സിംപ്ലി v by 2 ആണ് നമ്മുടെ ആൻസർ. സോ ടോട്ടൽ എനർജി, ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി ഓഫ് എ സ്ലാന്റഡ് ബോട്ടം ബോക്സ്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, ദിസ് ഇസ് ദ ഫസ്റ്റ് ഓർഡർ correction for energy of a slanted bottom box. So total energy of the system, which is equal to E0 plus E1, that is which is equal to n square h square by 8ma square plus EFA by 2.
ദിസ് അവർ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പൊ ഈ ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ എനർജിയിൽ ഇത്രയും വ്യത്യാസം വരും എന്നർത്ഥം. ഓക്കെ, സോ വി ഫൈൻഡ് ഔട്ട് ദ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ആൻഡ് ദ ടോട്ടൽ എനർജി. Then correction in wave function psi1. You know, psi is equal to psi0 plus. You can do a1 psi1, or in terms of lambda, lambda 0 psi 0, lambda 1 psi 1, lambda 2 lambda psi square, so and so and so it is our first order correction wave function. The equation is already given. How can we find out the first order correction in wave function? We have an equation there. And not only, before that, second order correction in energy. This can be written, the formula of which is equal to m not equal to n, sigma m not equal to n, psi m h cap prime psi n that is second order correction. നമുക്ക് എന്താ പറയാ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സിഗ്മ എം നോട്ട് ഈക്വൽ ടു എൻ psi m 0 h cap prime psi n 0 ഇതിന്റെ മോഡുലസിന്റെ സ്ക്വയർ divided by En minus En. That is En0 En0. Okay. This is integral form. Simply we can write it as m not equal to n integral psi m0 h cap prime psi n0 d2 divided by En0 minus En0. ഇത് കെറ്റൻബ്ര നൊട്ടേഷൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ കറക്ഷൻ നമുക്ക് ചോദിച്ചാൽ തന്നെ നേരിട്ട് എഴുതിയിട്ട് ചെയ്യാം. അപ്പോ n ഒന്നാമത്തെ m രണ്ടാമത്തെ ആണെങ്കിൽ ഇപ്പൊ രണ്ട് വ്യത്യസ്ത വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇതിന്റെ തന്നെ നമ്മൾ ഒന്നും ഇപ്പൊ ചെയ്യാൻ പോവാണ്. വേവ് ഫംഗ്ഷന്റെ കറക്ഷനില് psi n first order correction for the nth wave function, which is equal to sigma m not equal to n. You can put it as integral psi m 0 h cap prime psi n0 divided by En0 minus En0. ഓർത്തോണം, ഇത്ര എഴുതിയിട്ട് ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി. I forget this E2 is equal to sigma m not equal to n integral psi m0 h cap prime psi n0 d2 square divided by En0 minus En0. അതിന്റെ സ്ക്വയർ കിട്ടുമോ എന്നൊരു സംശയം. കെറ്റൻബ്രയിൽ സ്ക്വയർ ഇട്ടിരുന്നു, ഇവിടെ സ്ക്വയർ ഇട്ടൊന്നൊരു സംശയമുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. സോ ഇതിന്റെ സ്ക്വയർ ഇട്ടിട്ട് En മൈനസ് Em ചെയ്യുമ്പോഴാണ് നമുക്ക്
സെക്കൻഡ് ഓർഡർ കറക്ഷൻ എനർജി കിട്ടും. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷനിൽ ഇതേ ഇക്വേഷൻ തന്നെയാണ്, വ്യത്യാസം നമ്മൾ അതിൽ സ്ക്വയർ ഇല്ല. ഇന്റഗ്രൽ d2 that term divided by en0 minus em0 into psi m0 into psi m0. ഇത് കിട്ടിയതിന് ശേഷം വീണ്ടും psi m0 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് n is equal to 1. n 1 ആണെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്കറിയാം psi n is equal to √2 by a sin n pi x by a. psi 1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? √2 by a sin pi x by a എന്ന് എഴുതാം. psi 2 ആണ് നമുക്ക് എന്ത് എഴുതാം? √2 by a sin 2 pi x by a എന്ന് എഴുതാം. ഓക്കെ, sin 2 pi x by a എന്ന് എഴുതാം. റൈറ്റ്? ഇപ്പൊ നമ്മൾ n ന് 1 എന്ന് കൊടുത്താൽ ഓർത്തോണം, m നോട്ട് ഈക്വൽ ടു n. n 1 എന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും m n-നേക്കാളും കൂടിയ ഒരു വാല്യൂ ആയിരിക്കും, 1-നേക്കാൾ കൂടിയ ഒരു വാല്യൂ ആയിരിക്കും. സോ our first order correction, that is for 1, first order, which is equal to sigma m not equal to 1, m not equal to 1 integral psi m0 h cap prime psi 10 d2 divided by E10 minus EM0 into psi m0. Right? ഇനി നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ, തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രൽ psi, സപ്പോസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ഇത് 1 തന്നെ, തീർച്ചയായിട്ടും m 2 ആയിരിക്കും. ദാറ്റ് ഈസ് psi 2 0 h cap prime psi 10 d2 divided by e10 minus e20 into psi 20, okay, plus integral, always put area, forget 0 to a is our limit, integral, then രണ്ടാമത്തെ കഴിഞ്ഞ അടുത്തത് 3 psi 30 h cap prime psi 10, ഇത് remain psi 1 d2 divided by e10 minus e30 into psi 30 plus so and so. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഓർഡറിന് ഓർത്തോണം, ഇവിടെ ഡിനോമിനേറ്ററിൽ E3 E4 E5 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് E1 തന്നെയായിരിക്കും. അപ്പൊ ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടി വരും. അതനുസരിച്ച് ഈ വാല്യൂ, ആ ഇന്റഗ്രലിന്റെ വാല്യൂ നെഗ്ലിജിബിൾ ആവും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു ടേം മാത്രം പരിഗണിക്കാം. ഓക്കെ, ആ ഒരു ടേം മാത്രം പരിഗണിച്ചാൽ നമ്മളുടെ psi n first order correction in wave function, which is equal to 0 to a psi 20 h cap prime psi 10 d2 divided by e10 minus e20 into psi 20. E1 നമുക്കറിയാം, this is equal to h square by 8ma square. When n is equal to n square, that is 4 h square by 8ma square. അല്ലേ? n 2 ആകുമ്പോൾ n square h square ആണ്, n square h square ആണ്. n 1 ആകുമ്പോൾ h square by 8ma square, n 2 ആകുമ്പോൾ 4h square by 8ma square. The difference is e1 minus e2, that is minus 3h square by 8ma square. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, is equal to integral 0 to a √2 by a sin
2 pi x by a because it is psi 2. എന്താണ് h cap? നമ്മുടെ സ്ലാന്റഡ് ബോട്ടത്തിന്റെ EFX. സ്ലാന്റഡ് ബോട്ടത്തിന്റെ h cap EFX ആണ്. Then root 2 by a psi 1, that is sin pi x by a dx into psi 2 0 divided by minus 3x square by 8 ms. അപ്പോൾ നേരെ നമ്മൾ ചെയ്ത പോലെ റൂട്ട് 2 by a പുറത്തേക്ക് എടുക്കാം, EF പുറത്തേക്ക് എടുക്കാം. സോ psi first order correction wave function which is equal to 2 by a EF. Okay, then integral 0 to a sin 2 pi x by a into x into sin pi x by a d2 into psi 2 0 divided by minus 3 x square by 8 ms square. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടെ ഇതിനെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി at pi x by a is equal to y, that is x is equal to a by pi into y, and dx is equal to a by pi into dy. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 by a, that is 2f by a integral 0 to pi out, that is sin 2y into x a by pi into y, this term into sin y, not d term, it is dx, and dx is equal to a by pi into dy. a by pi നമ്മൾ പുറത്തേക്ക് എടുത്താൽ നേരത്തെ കിട്ടുന്നത് പോലെ തന്നെ is equal to 2ef by a into a by pi square integral 0 to pi y into sin y into sin 2y dy. നമുക്ക് അങ്ങനെ ഇന്റഗ്രൽ കിട്ടും. ഓക്കെ, ഇത് വീണ്ടും സോൾവ് ചെയ്യാൻ കുറെ ലെങ്തി ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ ആഫ്റ്റർ സോൾവിംഗ് ദിസ് ഇക്വേഷൻ വി ഗെറ്റ് 0.4, not only that, divided by minus 3h square by 8 ms square. Here also minus 3h square by 8 ms square. Solving this, we get 0.48 EFA ms square by h square into psi 2 0. Here also, psi 2 0 വിട്ടുപോയി, ലാസ്റ്റ് മൾട്ടിപ്ലൈ. അപ്പൊ ഇത് നമ്മൾ വളരെ ലെങ്തി ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. എളുപ്പം കഴിയുന്നതാണ് ശരിക്കും. ഇതിന്റെ കോസ് ഫംഗ്ഷൻ ആക്കി മാറ്റിയിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നതാണ് 0.48 EFA into ma square by h square psi 2 0. That is our psi 1. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ, അതാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ ആണ് ഇപ്പോ ഈ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന വേവ് ഫംഗ്ഷന്റെ കൂടെ ചേർത്താൽ നിങ്ങൾക്ക് ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വേവ് ഫംഗ്ഷൻ നിങ്ങളോട് ചോദിക്കുന്നത് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ആസ് വെൽ ആസ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ ആണ്. അതേപോലെ ഇപ്പോ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കാര്യത്തിൽ നമുക്കറിയാം n ഇൻറ്റു ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മുടെ എനർജി ഈക്വൽ ടു v പ്ലസ് ഹാഫ് ഇൻറ്റു h mu or n പ്ലസ് ഹാഫ് ഇൻറ്റു h mu അല്ലെ. then wave function
equal to n into xn y e raised to minus y square by 2. That is Hermite polynomial. Suppose it is an anharmonic oscillator with V potential is equal to half kx square. So already ഉള്ളതാണ് നമ്മുടെ plus 1/6 gamma x cube. For example, നമുക്കറിയാം ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ ഹാഫ് കെ സ്ക്വയർ ആണ്. അതിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നപ്പോ എന്നാൽ ഇത്രയും പൊട്ടൻഷ്യൽ വ്യത്യാസം വന്നപ്പോ ആ സാധനം ഹാർമോണിക് ഓസിലേറ്ററിൽ നിന്ന് മാറിയിട്ട് അൻഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് മാറി. അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Or calculate the first order correction energy of an anharmonic oscillator having potential energy half k square plus 1/6 gamma x cube. ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതാൻ പറ്റുക? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. കാരണം എന്താണ്? ഇതില്ലായിരുന്നുവെങ്കിൽ ഇതെന്താണ്? ഹാർമോണിക് ഓസിലേറ്റർ ആണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി നമുക്കറിയാം അല്ലെ? ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി നമുക്കറിയാം. ഇതും കൂടി ചേർന്നപ്പോഴാണ് ഡിസ്റ്റർബൻസ് ആയത്, പെർട്ടർബേഷൻ ആയത്, അൻഹാർമോണിക് ഓസിലേറ്റർ ആയത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് മാത്രം സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എനർജി E1 for anharmonic oscillator of this potential difference, okay, or this disturbance, this perturbation term. Appo endu cheyum? Integral n hn psi e raised to minus y square by 2. That is our wave function for unperturbed system, or it is the wave function for harmonic oscillator, into h cap prime perturbation term. എന്താണ് perturbation term? ഇവിടെ gamma by 6 x cube into n h n y e raised to minus y square by 2 into dx. ഇനി അത് നമുക്ക് y/6 n പുറത്തേക്ക് എടുക്കാം. n കോമൺ ആണ്. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. ഗാമ ബൈ 6 or integral 0 to hn y e raised to minus y square by 2 into x cube hn y e raised to minus y square by 2 dx. അപ്പോൾ E1 or delta E നമ്മൾ പറയുന്ന സാധനം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ. ഇവിടെ നമുക്ക് എക്സ് ക്യൂ വെച്ചിട്ട് ഏത് n വാല്യൂവിന്റെയും ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്കറിയാം ഹെർമൈറ്റ് പോളിനോമിയൽ ഓഡ് ആൻഡ് ഈവൻ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്താൽ we get an odd function, right? We get an odd function, and for an odd function this value integral value is equal to 0. For an odd function this integral value is 0, and hence E1 is equal to 0. That is delta E is equal to 0 for this condition. അപ്പോൾ നമ്മൾ സ്ക്വയർ മാത്രമേ ഉള്ളൂ, ക്യൂബിക് ടേം ഒക്കെ ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം വരും. ഈ ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ഈ വാല്യൂ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ പെർട്ടർബേഷൻ കൊണ്ട് നമ്മളുടെ എനർജിയിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല.
ഈ കേസിൽ വരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂബിക് ടേമോ മറ്റോ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാല്യൂ നല്ല കിട്ടുന്ന വേറെ വാല്യൂ കിട്ടും. നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഏത് വാല്യൂവിനും നമുക്ക് x³ വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇവണിന്റെ വാല്യൂ കിട്ടും, ഇവണിന്റെ അല്ലെങ്കിൽ E2ന്റെ ഹയർ ഓർഡർ വാല്യൂ കിട്ടും. അപ്പം n പ്ലസ് ഹാഫ് h ന്യൂ പ്ലസ് ദിസ് കറക്ഷൻ വാല്യൂ, നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. S³ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഹെർമൈറ്റ് പോളിനോമിയൽ വെച്ചിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് കുറച്ച് ലെങ്തിയാണ്, സാധാരണ നിങ്ങൾ ചോദിക്കാറില്ല, എന്നാൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ കറക്ഷൻ ടേം മാത്രം കണ്ടുപിടിച്ചിട്ട് ആസ് യൂഷ്വൽ വൺ ഡയമെൻഷൻ ബോക്സ് ചെയ്ത പോലെ തന്നെ ചെയ്ത് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് വൺ ഡയമെൻഷൻ ബോക്സിന്റെ എസ്പെഷ്യലി നമ്മുടെ MSc ചോദിക്കുന്നത് സ്ലാൻഡഡ് ബോട്ടത്തിന്റെ ആ ഒരു കറക്ഷൻ ആണ്, ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ എനർജി ആസ് വെൽ ആസ് ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ഇൻ വേവ് ഫംഗ്ഷൻ ആണ് സാധാരണ ചോദിക്കാറ്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ദ ടോപ്പിക് ഈസ് ക്ലിയർ. Thank you for watching.